ഇതിനോടകം പല കാരണങ്ങൾ കൊണ്ട് ലോക ശ്രദ്ധയാകർഷിച്ച ആശാ വർക്കർമാരുടെ സമരം പരാജയപ്പെടുത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് കേരളം ഭരിക്കുന്ന സിപിഎം സർക്കാർ. ഇടതുമുന്നണി സർക്കാർ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ഏഞ്ചൽ മേരി മാത്യു ചേരുന്നു വിവരങ്ങളുമായി. ഏഞ്ചലെ പറയൂ, എന്താണ് പുതിയ നീക്കം? നേരത്തെ തന്നെ സമരം ചെയ്യുന്ന പണിമുടക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന ആശാപ്രവർത്തകരുടെ കണക്കെടുക്കാനുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിരുന്നു. കണക്കെടുപ്പ് നേരത്തെ തന്നെ തുടങ്ങുകയും ചെയ്തിരുന്നു. എന്തായാലും പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണം എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. പണിമുടക്കുന്ന ആശാപ്രവർത്തകർ അടിയന്തരമായി ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്നുള്ളതാണ് സർക്കുലറിലെ നിർദ്ദേശം. ഇനി ആശാപ്രവർത്തകർ ജോലിയിൽ തിരികെ പ്രവേശിക്കുന്നില്ല എങ്കിൽ അതിനുള്ള പകരം സംവിധാനം ഏർപ്പെടുത്തണം. അതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കൂടിയാലോചിച്ച് മെഡിക്കൽ ഓഫീസർമാർ വേണ്ട നടപടികൾ എടുക്കണമെന്നുള്ളതാണ് ഈ സർക്കുലറിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. കാലതാമസം നേരിടാതിരിക്കാനായി ഈ പണിമുടക്കുന്ന ആശാപ്രവർത്തകർക്ക് പകരം തൊട്ടടുത്ത വാർഡുകളിലെ ആശാപ്രവർത്തകയ്ക്ക് അധിക ചുമതല നൽകിയോ അതല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ മുഖാന്തരമോ ആരോഗ്യ മേഖലയിലെ സന്നദ്ധ പ്രവർത്തകർ മുഖാന്തരമോ സേവനം ലഭ്യമാക്കണം എന്നുള്ളതാണ് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ നിലവിൽ ഇറക്കിയിരിക്കുന്ന സർക്കുലറിൽ പറയുന്നത്. എന്തായാലും ഇതൊരു ആദ്യ പടിയായി തന്നെ കണക്കാക്കാം. സമരത്തെ നേരിടാനുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. കണക്കെടുപ്പ് തുടങ്ങിയിരുന്നു. പലയിടങ്ങളിലും പണിമുടക്കുന്ന ആശാപ്രവർത്തകരെ ഭീഷണിപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. അത് സമരസമിതി പ്രവർത്തകർ തന്നെ തുറന്നു പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ സർക്കാരിന്റെ നടപടികൾ തുടങ്ങുന്നു എന്നതിന്റെ ആദ്യ സൂചനയാണ് ഇപ്പോൾ ഈ സർക്കുലർ പുറത്തിറങ്ങിയിരിക്കുന്നത്. പണിമുടക്കുന്ന ആശാപ്രവർത്തകർ അടിയന്തരമായി തന്നെ ജോലിയിൽ തിരികെ പ്രവേശിക്കണം, അതല്ലെങ്കിൽ പകരം സംവിധാനത്തിലേക്ക് കടക്കും, മറ്റ് നടപടികളിലേക്ക് കടക്കും എന്നുള്ള സൂചന തന്നെയാണ് ഈ സർക്കുലറിലുള്ളത്. അബ്ദുൾ, ശരി, ഏഞ്ചലാണ് വിവരങ്ങൾ നൽകിയത്.